അതല്ല അങ്ങ് കുവൈത്തിൽ പോയാ വല്ല മക്ബറയുണ്ടോ, ഖത്തറിൽ പോയാ വല്ല മക്ബറയുണ്ടോ, ബഹ്റൈനിൽ പോയാ വല്ല മക്ബറയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇറങ്ങുന്നവരില്ലേ? നിൽക്കൂ മോനെ ഒരു നിമിഷം. ഏറ്റവും വലിയ മക്ബറയുള്ളത് അത് സൗദി അറേബ്യയിലെ മദീനയിലെ ലോകത്തിന്റെ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന കെട്ടിടം തന്നെ. അവിടുത്തെ അത്രയും സിയാറത്തിനാളുകൾ ലോകത്തെവിടെയും വരുന്നില്ല. ഉഫൂദുൻ വദുവാറുൻ വഅളിയാഖു ഹളറതി. അവിടേക്ക് സിയാറത്തിനാണോ ജനങ്ങൾ വരുന്നത്? അതെ, അതുതന്നെയാണെന്ന് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾ പറയാണ്. ഓ നബിയേ, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. ഓ ഹബീബായ നബിയേ, തങ്ങളെ ഉന്നം വെച്ച്, തങ്ങളെ ലക്ഷ്യം വെച്ച്, തങ്ങളെ സന്ദർശിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നല്ലേ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ മാലിക് ഇമാമിന്റെ ഗുരുവര്യരായ, അവിടുന്ന് 40 കൊല്ലത്തോളം രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച, പകല് മുഴുവനും അല്ലാഹുവിന്റെ ഇൽമിനെ സേവനം ചെയ്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അബൂ ഹനീഫ തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ആലിമും ഇന്ന് ലോകത്തെവിടെയും ഇല്ല. അതല്ലേ അബൂ ഹനീഫ തങ്ങളുടെ പദവി. സൗദി അറേബ്യയിൽ പോയി ഞങ്ങൾ കണ്ടില്ല, അവിടെ നിന്ന് കെട്ടിപ്പൊന്തിച്ച മക്ബറ. അത് ചില ആളുകൾ അധികാരത്തിൽ നിന്ന് പൊളിച്ചു കളഞ്ഞ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? സൗദി അറേബ്യ പാരമ്പര്യമുള്ള രാജ്യമാണ്. അവിടെ മുത്തുനബി തങ്ങളുടെ ഖബർ ശരീഫുണ്ട്, അവിടെ സ്വഹാബത്തിന്റെ ഖബറൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രമുണ്ട്, അതിന്റെ ചിത്രവുമുണ്ട്, അതിന് ഗ്രന്ഥങ്ങൾ സൗദിയിൽ തന്നെ ഇറക്കിയതുണ്ട്, ആവശ്യം പോലും. പിന്നെ ഇസ്ലാമിക പാരമ്പര്യ രാജ്യത UAE പുതിയ രാജ്യമാണ്, ഖത്തർ പുതിയ രാജ്യമാണ്, കുവൈത്ത് പുതിയ രാജ്യമാണ്. അതൊക്കെ പുതിയ പുതിയ രാജ്യങ്ങൾ. പിന്നെയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാഖ്. കഅബാലയത്തിന്റെ ഒരു മൂലയുടെ പേര് തന്നെ റുക്നുൽ ഇറാഖി എന്നാണ്, ഇറാഖി കോർണർ. ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് സിറിയ, റുക്നുൽ ഷാമി, ഷാമിന് നേരെയുള്ള മൂല, കഅബാലയത്തിന്റെ ഒരു മൂല. റുക്നുൽ യമാനി, യമനിന് നേരെയുള്ള മൂല. ഈ പാരമ്പര്യമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാഖ്, ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് മിസ്ർ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം നടത്തിയ ഷാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടാർത്ഥം പോയത് ഷാമിലേക്കല്ലേ? ആ ഷാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? ഇതുപോലെ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന നാടല്ലേ ഫിലിസ്തീൻ. ഇതുപോലെ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യം അസ്ഹാബുൽ കഹ്ഫ് കിടക്കുന്ന നാടാണ് ജോർദാൻ. ഈ രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്ക്, അവിടെ മഖ്ബറയുണ്ടോ? ഇറാഖിൽ ചെന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ മഖ്ബറ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ എവിടെയുണ്ട്? ഇറാഖിലെ അഅ്ലമിയ എന്ന് പറയുന്ന സ്ഥലത്ത് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ രാജകീയമായ മഖ്ബറ നിൽക്കുന്നു. ഇറാഖിലെ ബസ്റയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13 കൊല്ലം സേവനം ചെയ്ത, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13 കൊല്ലം സേവനം ചെയ്തപ്പോൾ 23 വയസ്സേ ആയിട്ടുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് 92ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അതുവരെ ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ഇറാഖിലെ ബസ്റയിലുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെയില്ലേ?
തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അവിടെയില്ലേ? നിരവധി സ്വഹാബത്തിന്റെ മഖബറകൾ ബസറയിലുണ്ട്, ബഗ്ദാദിലുണ്ട്. അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന്റെയും അമ്പിയാക്കളുടെയും ഖബറുള്ള നാടാണ് ഇറാഖ്. ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമല്ലേ? ഇനിയോ നിങ്ങൾ ഈജിപ്തിലേക്ക് പോയാൽ, കൈറോ സിറ്റിയിലേക്ക് ചെന്നാൽ ശാഫിഈ ഇമാം തങ്ങളുടെ മഖബറയുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖബറയുണ്ട്. എത്ര കൊല്ലം മുമ്പാ മോനെ? 1100 200 കൊല്ലം മുമ്പുള്ള മഖബറകളാണ്. അറിയുമോ? സ്വഹാബത്തിന്റെ മഖബറയുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയുണ്ട്. ബദറുദ്ദീൻ അൽ ഐനിയുടെ മഖബറയുണ്ട്. ഇമാമുൽ ഖത്തലാനിയുടെ മഖബറയുണ്ട്. ഇമാമുൽ സുയൂത്തി റഹിമഹുള്ളയുടെ മഖബറയുണ്ട്. ഇബ്നു ദഖീഖ് അൽ ഈദ് തങ്ങളുടെ മഖബറയുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് മഹാന്മാരുടെ മഖബറ കൈറോ സിറ്റിയിൽ മാത്രമുണ്ട് കേട്ടോ. മുർഷിദുസ് ദുവാർ ഇലാ ഖുബൂരിൽ അബ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാകെ പറയുന്നത് കൈറോയിലെ ജബൽ മുഖദ്ദമിൽ വിശ്രമിക്കുന്ന മഹാന്മാരെ പറയാൻ 800 ചില്ലാനം പേജുള്ള ഒരു കിതാബുണ്ട് കേട്ടോ. അതിപ്പോഴും എന്റെ കൈവശമുണ്ട്. അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരും മഹദികളുമാണ്. നഫീസ റളിയല്ലാഹു അൻഹ ആരാണ്? വലിയ കണക്കിൽ സുഹ്റാബിക്ക് മൂന്നാമത്തെ പെരമകളാകുമേ ബീവി നഫീസത്തെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൂന്നാമത്തെ പേരക്കുട്ടിയായ നഫീസ റളിയല്ലാഹു അൻഹ കിടക്കുന്നുണ്ട്. എവിടെയാണ്? കൈറോയുടെ പെരുമാറിലാണ്. മാനം മുട്ടുന്ന മഖബറയാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മഖബറയല്ലേ? അന്ന് ശാഫിഈ ഇമാം തങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലേ നഫീസ ബീവിയുടെ കാലത്ത്? ആ കാലത്തെ മഹാന്മാരായ ഇമാമുകളുണ്ട്. ആ ഇമാമുകൾ ആരും മഖബറയെ എതിർത്തില്ല. ശാഫിഈ ഇമാം തങ്ങളുടെ രാജകീയമായ മഖബറയില്ലേ? അതുകൊണ്ട് നബവി ഇമാം തങ്ങൾ വന്ന് പറഞ്ഞില്ലേ, ഇത് പ്രൗഢിയേറിയ മഖബറ തന്നെ, ശാഫിഈ ഇമാം തങ്ങളുടെ ബഹുമാനത്തിന് പറ്റിയ മഖബറയാണിതെന്ന് നബവി ഇമാം തങ്ങൾ എഴുതിയില്ലേ? ഈ 1000 ചില്ലാനം കൊല്ലത്തെ ഇമാമീങ്ങളെയും മുസ്ലിമീങ്ങളെയും മുഴുവനും മുശ്രിക്കാക്കിയിട്ട് 4-3 ഇന്നലെ വന്നവര് മുസ്ലിമീങ്ങളാണ്, അവര് മാത്രമേ തൗഹീദ് അറിയൂ എന്ന് പറയാൻ നമ്മളെ വിഡ്ഢികളല്ല. നമുക്കൊരു പാരമ്പര്യമുണ്ട്. അത് സ്വഹാബത്ത് തൊട്ട് തുടങ്ങുന്ന പാരമ്പര്യമാണ്. നേതാവ് നബിതങ്ങളാണ്. താബഈകൾ തുടരെ വന്നവരാണ്. ഇമാമീങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് പുതിയ ഇസ്ലാമല്ല. എന്റെ ഉമ്മമാരറിയണേ, എന്റെ ഉപ്പമാരറിയണേ. മുജാഹിദുകൾ പറയുന്നത് 1 നൂറ്റാണ്ടിന്റെ മുമ്പിലുള്ള ചില മൗലവിമാരുടെ ഇസ്ലാമാണ്. ഞങ്ങൾ പറയുന്നത് ഷാഫി ഇമാം ജീവിച്ച ഇസ്ലാമാണ്. അബൂ ഹനീഫ ഇമാം ജീവിച്ച ഇസ്ലാമാണ്. 4 അയിമ്മത്ത് ജീവിച്ച ഇസ്ലാമാണ്. 4 ഖലീഫമാര് ജീവിച്ച ഇസ്ലാമാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമാണ്. അതിൽ നിന്ന് കടുകിട മാറാതെ ഇമാമീങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചോ. ആ ഇസ്ലാമല്ലേ തടവാ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്? ആ ഇസ്ലാമല്ലേ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞു തന്നത്? അതല്ലേ കരുനാഗപ്പള്ളി അബൂബക്കർ ഉസ്താദ് പറഞ്ഞു തന്നത്? അവര് വെറുതെ പറഞ്ഞതല്ല, അവര് മുൻഗാമികളായ ഗുരുവരിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനിയോ ഇറാഖിലേക്ക് പോയാൽ ഞാൻ പേരുകൾ പറഞ്ഞു ഇമാമീങ്ങളുടെ. ഈജിപ്തിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞു. ഇനിയോ യമനിലേക്ക് പോയാൽ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖബറയുണ്ട്. മുഹാജിർ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മഖബറയുണ്ട്. അബൂബക്കർ സക്രാൻ തങ്ങളുടെ മഖബറയുണ്ട്. ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ മഖബറയുണ്ട്. അത് ബഹുമാനപ്പെട്ട
അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ വ്യാഖ്യാനമാകുന്ന ഇത്ഹാഫ് സ്വാദത്തുൽ മുത്തഖീൻ എന്ന ഗ്രന്ഥം എഴുതിയ മുർത്തദ സബീദി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സബീദ് ഗ്രാമത്തിലാണ്. മഹാനവറുകളുടെ മഖ്ബറയുണ്ട്. ഉവൈസുൽ ഖർണി തങ്ങളുടെ നാടാണ്. ഈ മഹാന്മാരെല്ലാം ജീവിച്ച യമൻ. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയ. ഈമാനിന്റെ നാടാണെന്ന് നബി തങ്ങൾ പറഞ്ഞ നാടല്ലേ യമൻ. ആ യമനിൽ മഖ്ബറകളുണ്ട്, ഉറൂസുകളുണ്ട്, ആണ്ട നേർച്ചകളുണ്ട്, അനാചാരങ്ങൾ പാടില്ല. ഇനിയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യത്ത് മുഴുവനുണ്ട്. ആകെ സൗദി അറേബ്യയിൽ ഗവൺമെന്റ് കുറച്ച് മഖ്ബറ തീർത്തപ്പോഴേക്കും അത് മാത്രമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കുറെ ആളുകളുടെ ഈമാൻ കൊള്ളയടിച്ചു. ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളും ഈ പറഞ്ഞ മഹാന്മാരുടെ മഖ്ബറകളും അൽഹംദുലില്ലാ ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ളതാണ്. കേട്ടുകൊണ്ട് പറയുന്നതല്ല, കേവലം വായിച്ചുകൊണ്ട് പറയുന്നതല്ല. എന്തിനേറെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയി. ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലെ ഹർതങ്ക് എന്ന് പറയുന്ന നാട്ടിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. മാനം മുട്ടുന്ന മഖ്ബറയാണ് കേട്ടോ. മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഖബർ ശരീഫിനെ കവചം ചെയ്യുന്ന തലവും മാനം മുട്ടുന്ന വലിയ ഖുബ്ബയുമുള്ള മഖ്ബറയിലാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നത്.